Hello, welcome to the fourth module, which is the theory of simple gases. In this module, we will be the quantity of simple gases, and നമ്മൾക്ക് ആദ്യം നമ്മൾ ഉണ്ടാക്കിയ ഈ ബേസ് ഉണ്ടല്ലോ, കനോണിക്കൽ എൻസെമ്പിൾ, മൈക്രോ കനോണിക്കൽ എൻസെമ്പിൾ എന്നതിൻ്റെയൊക്കെ ബേസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബേസിലൊക്കെ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ക്ലാസിക്കൽ അപ്രോച്ചാണ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ പക്ക ക്വാണ്ടം അപ്രോച്ചാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ക്വാണ്ടം അപ്രോച്ചും ക്ലാസിക്കൽ അപ്രോച്ചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഇൻ ക്ലാസിക്കൽ അപ്രോച്ച് വി actually deal with distinguishable particle. You have two particles. You can name it particle 1, particle 2, like that. But in quantum mechanics, you cannot say this particle is particle 1, that particle is particle 2, because uh, these particle wave function may be overlapped. So you cannot differentiate these particles, right? അപ്പം ഡിസ്റ്റിങ്വിഷബിലിറ്റി എന്നുള്ള മെയിൻ പോയിന്റ് ക്ലാസിക്കലി മാത്രമേ വരുന്നുള്ളൂ. ക്വാണ്ടം മെക്കാനിക്കലി നമ്മൾ പോകുമ്പോൾ വി ആർ ഡീലിംഗ് വിത്ത് very indistinguishable particles. That is the difference. Okay, let's start with an ideal gas in quantum mechanical microcanonical ensemble. So you know what microcanonical ensemble is, where n the number of particles, v the volume in which these particles are confined, and E, which is the total energy of the system, are specified. Okay, so you are dealing with a quantum mechanical microcanonical ensemble where N, V, and E are specified. Okay, now earlier we actually consider the particle as distinguishable. Here in quantum mechanics, you are considering the particle to be indistinguishable. This is a very important point, because indistinguishability doesn't come in classical mechanics, but in quantum mechanics you can say that no, in classical mechanics you can say that this particle is this particle is this അല്ലേ, നമുക്ക് അങ്ങനെ കൗണ്ട് ചെയ്യാം. ബട്ട് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഒരു പാർട്ടിക്കിളും മറ്റൊരു പാർട്ടിക്കിളും ആക്ച്വലി വേവ് പോലെയൊക്കെ ആവും നിൽക്കുക. സോ ദ വേവ് ഫങ്ഷൻസ് വിൽ ബി ഓവർലാപ്പ്. യു കനോട്ട് സേ ദാറ്റ് ദിസ് പാർട്ടിക്കിൾ ഈസ് ദിസ് ആൻഡ് ദിസ് പാർട്ടിക്കിൾ ഈസ് ദിസ് അല്ലേ. അപ്പോൾ അവിടെ തിങ്സ് ആർ മോർ കോംപ്ലിക്കേറ്റഡ്. യു കനോട്ട് സിംഗിൾ ഔട്ട് പാർട്ടിക്കിൾസ്. അപ്പം അവിടെ നമ്മളുടെ പ്രോസസ്സ് മുഴുവൻ ഡിഫറെൻ്റ് ആണ്. സോ യു ഹാവ് ടു കൺസിഡർ യുവർ പാർട്ടിക്കിൾസ് ടു ബി ഇൻഡിസ്റ്റിങ്വിഷബിൾ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻ ക്വാണ്ടം മെക്കാനിക്സ് യു നോ ദാറ്റ് എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. സോ ഒരുപാട് എനർജി ലെവൽസ് ഉണ്ടാവും, ശരിയല്ലേ? അതിൻ്റെ ഗ്യാപ്പും ഉണ്ടാവും, ഗ്യാപ്പിലൊന്നും പാർട്ടിക്കിളിന് നിൽക്കാനും പറ്റില്ല. സോ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. സോ യു ഗോട്ട് എ ലോട്ട് ഓഫ് levels with total energy with total energy starting from 0 to total energy E. ഓക്കെ, അപ്പോൾ അതുവരെ ലെവൽസ് ആയിട്ടാവും നിൽക്കുക. അപ്പം നമ്മൾ ഇതുപോലുള്ള ഒരുപാട് ലെവൽസാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ലെവൽസിനെ ഞാൻ ഓരോരോ ഗ്രൂപ്പാക്കി. ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ലെറ്റ്സ് എ 10 ലെവൽസ് ഉണ്ട്. സെക്കൻഡ് ഗ്രൂപ്പിൽ ലെറ്റ്സ് എ 10 ലെവൽസ് ഉണ്ട്. തേർഡ് ഗ്രൂപ്പിൽ ലെറ്റ്സ് എ 15 ലെവൽസ് ഉണ്ട്. ശരിയല്ലേ? ഇങ്ങനെയുള്ള ഗ്രൂപ്പിനെ ഞാൻ സെല്ല് എന്ന് വിളിക്കുന്നു, എനർജി സെൽ. ഓക്കെ, അപ്പോൾ ഈ എനർജി സെല്ലിലെ ഓരോ ലെവലിനും എന്താണ്, സെയിം എനർജിയാണ്. അതെന്തുകൊണ്ടാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ ലെവലിൻ്റെ എനർജി എന്ന് വെച്ചാൽ 1.1 ആണ്, രണ്ടാമത്തെ ലെവൽ എന്ന് വെച്ചാൽ 1.2, മൂന്നാമത്തെ 1.3, നാലാമത്തെ 1.4, അഞ്ചാമത്തെ 1.5, ആറാമത്തെ 1.6 ആണെന്ന് വിചാരിക്കാം. ശരിയല്ലേ? ഇപ്പോൾ എനിക്ക് ഇങ്ങനെ പറയുന്നതിന് പകരം ഇതിൻ്റെ മീൻ എടുക്കുക. മീൻ ഏതാ? 1 2 3 1 2 3 4 5 6 7 ലെവലുണ്ട് വിചാരിക്കുക. ദിസ് ഈസ് 1.7. അപ്പോൾ 1 2 3 1 2 3, അപ്പോൾ 1.234 1.4 ആണ് ഇതിൻ്റെ മീൻ. എന്ന് വെച്ചാൽ എനിക്ക് പറയാം ഈ ഓരോ ലെവലിൻ്റെയും ആവറേജ് എനർജി വെച്ചാൽ 1.4 ആണ്, 1.4 ആണ്, 1.4 ആണ്. ശരിയല്ലേ?
സോ ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ഓരോ ലെവലിനും സെയിം എനർജി ആയിട്ട് നമുക്ക് കാണാം. വേർ E1 എന്ന് പറയുന്ന E2 E1 E2 എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ആവറേജ് എനർജിയാണ്. ഈ സെല്ലിൻ്റെ ഓരോ ലെവലിൻ്റെയും ആവറേജ് എനർജിയാണ്. ഓക്കെ, സോ EI ഈസ് ദ ആവറേജ് എനർജി ഓഫ് എ ലെവൽ. പിന്നെ GI എന്നുള്ള ഒരു പുതിയ ടേം ഞാൻ കൊണ്ടുവന്നു. GI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൽ എത്ര ലെവൽ ഉണ്ട്, ദാറ്റ് ഈസ് ആക്ച്വലി GI. ഓക്കെ, അപ്പം NI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലെവലിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നും, GI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ലെവൽസ് ഓരോ സെല്ലിലും ഉണ്ട് എന്നുള്ളതുമാണ്. ശരിയല്ലേ? ഓക്കെ, സാധാരണഗതിയിൽ ഈ GI എന്ന് പറയുന്നത് ഈസ് വെരി ലാർജർ ദാൻ വൺ. ഓക്കെ, വലിയ നമ്പറാണ്, ഒരുപാട് ലെവൽസ് ഉണ്ടായതുകൊണ്ട് തന്നെ. ശരിയല്ലേ? അപ്പം നമ്മൾ പഴയ പോലെ തന്നെ നമ്മളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു. NI ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ റൂള് അനുസരിക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസൊക്കെ നമ്മൾ മൈക്രോ കനോണിക്കലിലും കനോണിക്കലിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ NI ഡിസ്ട്രിബ്യൂഷൻസ്, ഒരുപാട് ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഈ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ തന്നെയും ഈ ഒരു പെർട്ടിക്കുലർ ഇക്വേഷൻ ഒബേ ചെയ്യും. അതായത് എനിക്കറിയാം എത്ര പാർട്ടിക്കിൾ ഉണ്ട്, ഓരോ ലെവലിലും എത്ര പാർട്ടിക്കിൾ ഉണ്ട്, ആ ടോട്ടൽ അങ്ങനെ ഓരോ ലെവൽസിലും എത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്ന് ടോട്ടൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കിട്ടും. അതുകൊണ്ടാണ് NI സമ്മേഷൻ ഓഫ് NI വിൽ ഗിവ് യു ടോട്ടൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് N. അതുപോലെ NIEI ഈസ് ഈക്വൽ ടു E. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത്രയും പാർട്ടിക്കിൾ ഉണ്ട്, NI പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഓരോന്നിൻ്റെയും എനർജി EI ആണ്. അപ്പോൾ NIEI, ഇവിടുത്തെ N1 E1ഉം ഇവിടുത്തെ N2 E2ഉം ഇവിടുത്തെ N3 E3ഉം എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ട് യു ഗോയിങ് ടു ഗെറ്റ് ഈസ് ദ ടോട്ടൽ എനർജി E. ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ, ലൈക്ക് ഇൻ ദ ഏർലിയർ കേസസ്. ഓക്കെ, അപ്പം നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഒമേഗ NVE ഈസ് ഈക്വൽ ടു, നമുക്ക് ഓരോ ഡിസ്ട്രിബ്യൂഷനിലും അല്ലേ, ഇപ്പം NI എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷനിൽ നമ്മളുടെ ഒന്നാമത്തെ ഇക്വേഷൻ അംഗീകരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ഇറ്റ് ക്യാൻ ബി മെനി അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ ഡിസ്ട്രിബ്യൂഷനിൽ ഓരോ ഡിസ്ട്രിബ്യൂഷനിലും എത്ര മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ട്, ആ മൈക്രോ സ്റ്റേറ്റുകളെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഓഫ് ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ടോട്ടൽ മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നമുക്കറിയാം ഒരുപാട് സെല്ലുകൾ കൂടിയതാണ് ടോട്ടൽ സിസ്റ്റം. ഇതൊരു സെൽ അല്ലേ? അപ്പോൾ സെല്ലിൻ്റെ രീതിയിൽ പറയുകയാണെങ്കിൽ WNI ഈസ് ഈക്വൽ ടു സ്മോൾ WIൻ്റെ പ്രോഡക്റ്റ് ആണ്. WI എന്ന് പറയുന്നത് ഒന്നാമത്തെ സെല്ലിൽ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്, രണ്ടാമത്തെ സെല്ലിൽ എത്ര മൈക്രോ സ്റ്റേറ്റ് ഉണ്ട്, ലാസ്റ്റ് എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ്. Okay, where omega I is the total number of microstates in the ith cell. Okay, remember that the particles are indistinguishable here. Okay, so in general നിങ്ങൾക്ക് there are two types of classification in quantum mechanics or quantum statistics. First one is Bose-Einstein distribution, and second one is Fermi-Dirac distributions, or Bose-Einstein statistics or Fermi-Dirac statistics. Okay, അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നോ വാട്ട് ഈസ് Bose-Einstein distribution അല്ലേ? Bose-Einstein distributionൽ നമ്മൾ ബോസോൺസിനെ പറ്റിയിട്ടാണ് പറയാം. ഓക്കെ, ഇത് അനുസരിക്കുന്ന പാർട്ടിക്കിൾസിനെ നമ്മൾ ബോസോൺസ് എന്നാണ് പറയാം. ബോസോൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയുന്നത് ഇൻ്റഗ്രൽ സ്പിൻ ആവും. ഓക്കെ, ഇൻ്റഗ്രൽ സ്പിന്നാണ്. ഓക്കെ, പിന്നെ നോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കാത്തതാണ്. നോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതാണ് നമ്മളുടെ ബോസ്-ഐൻസ്റ്റൈൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു ഹാവ് ഫോട്ടോൺസ് അല്ലേ, യു ഹാവ് ഫോട്ടോൺസ്. ഓക്കെ, വേർ സ്പിന്ന് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണ്, ഹാഫ് സ്പിൻ അല്ല. ഓൾസോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം അനുസരിക്കാത്ത ഒന്നാണ്.
നമ്മുടെ ബോസോൺസ്. ഓക്കെ. അപ്പോൾ ബോസോൺസിന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഒരു ലെവലിൽ എത്ര ബോസോൺസ് വേണമെങ്കിലും കയറിയിരിക്കാം. ദാറ്റ് ഈസ് ദ ബേസിക് പോയിന്റ്. ഓക്കെ. അപ്പം നമ്മൾ ഒരുപാട് പാർട്ടിക്കിൾസ് ഒരു ലെവലിൽ തന്നെ കയറി നിൽക്കാൻ അത്തരം പാർട്ടിക്കിൾസിനാണ് ബോസോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ലെറ്റ്സ് സേ ദാറ്റ് യു ഗോട്ട് n പാർട്ടിക്കിൾസ്. ബോസോൺ ആണെങ്കിൽ n ബോസോൺസ് ഉണ്ട്. യു ഹാവ് GI ലെവൽസ്. ഓക്കെ. അപ്പോൾ GI ലെവൽസിൽ ഈ n ഫോട്ടോൺസിനെ എങ്ങനെ കയറ്റി നിർത്താം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. That would be according to this equation. Okay. Omega I is equal to Ni plus Gi minus 1 factorial divided by Ni factorial into Gi minus 1 factorial. ഓക്കെ. ഇതെങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ആവശ്യമില്ല. പക്ഷേ യു നീഡ് ടു ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ, ബിക്കോസ് ഇത് എപ്പോഴും നെറ്റിനും അതുപോലെ ഗേറ്റിനൊക്കെ വരുന്ന ഇക്വേഷനാണ്. ബോസ്-ഐൻസ്റ്റീൻ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ യു വിൽ ഹാവ് ദിസ് ഫോം. ഓക്കെ. അപ്പം ഇതെങ്ങനെയാണ് വരാൻ പോകുന്നതെന്നുള്ളതും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അടുത്ത പേജുകളിൽ കാണാം. ദിസ് ഈസ് ഫോർ ഒമേഗ ഐ ഫോർ ബോസ്-ഐൻസ്റ്റീൻ. അപ്പം WB ഫോർ ഹോൾ ഡിസ്ട്രിബ്യൂഷൻ വിൽ ബി സമ്മേഷൻ ഓഫ് ദിസ്. ശരിയല്ലേ? അതേപോലെ ഫെർമി ഡിറാക്കിനാണെങ്കിൽ GI ഫാക്ടോറിയൽ ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് NI ഫാക്ടോറിയൽ. GI എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സെൽസ് ആണ്. ശരിയല്ലേ? NI എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസും. അപ്പം ഒരു ഡിസ്ട്രിബ്യൂഷനിൽ എത്ര ഉണ്ടാവും വെച്ചാൽ ഇതിലുള്ള എല്ലാത്തിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. അപ്പം ഫെർമി ഡിറാക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫെർമിയോൺസ് എന്നാ പറയാം. ഫെർമിയോൺസ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതിൽ ഒരു ലെവലിൽ ഒന്നിന് മാത്രമേ ഇരിക്കാൻ പറ്റൂ. എന്ന് വെച്ചാൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിള് അനുസരിക്കുന്ന ഡിസ്ട്രിബ്യൂഷനാണ് ഫെർമി ഡിറാക് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കിൾസിനെ ഡിസ്റ്റിങ്വിഷബിൾ ആയി കാണുമ്പോഴാണ് ക്ലാസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അതിനെയാണ് മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഡിസ്റ്റിങ്വിഷബിൾ ആണ്. അങ്ങനെയാവുമ്പോൾ ഇവിടെ NI പാർട്ടിക്കിൾസ് GI സെല്ലിൽ എങ്ങനെ ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു വിൽ ഹാവ് W മാക്സ്വെൽ ബോൾട്സ്മാൻ ഈക്വൽ ടു സമ്മേഷൻ ഓഫ്, ഓക്കെ, or you can say that Wi is equal to GI raised to Ni by Ni factorial. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ബോൾട്സ്മാൻ മാക്സ്വെൽ ഡിസ്ട്രിബ്യൂഷനിൽ GI സെല്ലിൽ NI ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവയ്ക്കുന്നത്. ഓക്കെ. അപ്പം ഇത്രയും സെല്ലുകൾ തന്നു, ലെറ്റ്സ് സേ 5 സെല്ലുകൾ തന്നു. ഇതിൽ 3 പാർട്ടിക്കിൾസിനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ വഴിയാണ് ചെയ്യേണ്ടത്. അത് ബോസോൺസിൻ്റെ ആണെങ്കിലും ഫെർമിയോൺസിൻ്റെ ആണെങ്കിലും ക്ലാസിക്കൽ പാർട്ടിക്കിൾസിൻ്റെ ആണെങ്കിലും. ഓക്കെ. സോ നമ്മളിപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് how many ways 2 bosons, 2 fermions and 2 distinguishable particles can be placed in 3 cells. അതാണ് നമ്മളുടെ ചോദ്യം. 2 പാർട്ടിക്കിൾ ഉണ്ട്. അത് ബോസോൺ ആവാം, ഫെർമിയോൺ ആവാം, സാധാ പാർട്ടിക്കിൾ ആവാം. ഓക്കെ. ഡിസ്റ്റിങ്വിഷബിൾ പാർട്ടിക്കിൾ ആവാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 3 സെല്ലുണ്ട്. ഒരു സെല്ലിൻ്റെ എനർജി E1, രണ്ടാമത്തെ E2, E3. ഇതെങ്ങനെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം? ഇതെപ്പോഴും വരുന്ന ചോദ്യമാണ് ഇങ്ങനത്തെ ചോദ്യം. ബോസോൺസും ഫെർമിയോൺസും മാക്സ്വെൽ ബോൾട്സ്മാനും. ഓക്കെ. ബോസോൺസ് ആണെങ്കിൽ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അനുസരിക്കാത്ത പാർട്ടിക്കിൾസ് അല്ലേ? ഫെർമിയോൺസ് ആണെങ്കിൽ അതനുസരിക്കുന്ന പാർട്ടിക്കിൾ എന്ന് വെച്ചാൽ ഒരു ലെവൽ ഒറ്റന്നേ പാടും. അപ്പോൾ നമുക്കറിയാം എൻ്റെ കയ്യിൽ 2 ബോസോൺസ് ഉണ്ട്.
അപ്പോൾ രണ്ട് ബോസോൺസിന് ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇത് ആദ്യത്തേത് എന്ന് പറയുന്നത് ബോസ് ഐൻസ്റ്റൈൻ ആണെന്ന് വിചാരിക്കാം. ബോസ് ഐൻസ്റ്റൈനിൽ ബോസോൺസിന് ഒരു ലെവൽ എത്ര എണ്ണം വേണമെങ്കിൽ കയറിക്കാം. അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ വെച്ചാൽ 2 എണ്ണം ഇവിടെ കയറി. അടുത്തതിൽ 2 എണ്ണം എനർജി 2ൽ കയറി. മൂന്നാമത്തേൽ 2 എണ്ണം എനർജി 3ൽ കയറി. ശരിയല്ലേ? പിന്നെ ഒന്ന് എനർജി 1ലും രണ്ടാമത്തെ എനർജി 2ലും, ഒന്ന് എനർജി 1ലും രണ്ടാമത്തെ എനർജി 3ലും, ഒന്ന് എനർജി 2ലും അടുത്തത് എനർജി 3ലും. ഇത്രയും നമുക്ക് കയറ്റാൻ പറ്റുമോ? ശരിയല്ലേ? ഇത് കൂടുതൽ കയറ്റാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ എത്ര ഡിസ്ട്രിബ്യൂഷനാണ്? എത്ര വേസ് ആണ്? 1, 2, 3, 4, 5, 6 വേസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് വെറുതെ ബോക്സ് വരച്ച് ഉണ്ടാക്കിയാണ്. ഇനി ഈ ഇക്വേഷൻ നോക്കാം. ജി എന്ന് വെച്ചാൽ എത്രയാ? നമ്പർ ഓഫ് സെൽസ് ആണ്, അത് 3 ആണ്. പാർട്ടിക്കിൾസ് 2 ആണ്. സോ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ വാസ് GI പ്ലസ് NI മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് 1. ശരിയല്ലേ? അപ്പോൾ ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയാ? ജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 അല്ലേ? അല്ലെങ്കിൽ ഇവിടെ NI എന്നാണുള്ളത്. NI എന്ന് പറയുന്നത് 2 ആണ്. ജി എന്ന് വെച്ചാൽ 3 ആണ്. മൈനസ് 1 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ NI ഫാക്ടോറിയൽ വെച്ചാൽ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഇൻറ്റു 3 മൈനസ് 1 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു 6 അല്ലേ? അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വളരെ കൂളായിട്ട് നമുക്ക് കിട്ടും. സിമിലർലി ഫെർമിയോൺസിൻ്റെ കേസിലാണെങ്കിൽ ഒരു ലെവലിൽ ഒന്നേ പാടും. അപ്പോൾ എത്ര ഡിസ്ട്രിബ്യൂഷൻ വരും? പാർട്ടിക്കിള് ആദ്യത്തെ 2 ലെവലിൽ വെക്കാം. അതല്ലെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും ലെവലിൽ വെക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ലെവലിൽ വെക്കാം. ശരിയല്ലേ? അപ്പോൾ 3 ഡിസ്ട്രിബ്യൂഷനേ പാടൂ. 1, 2, 3 ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇതുവരെയാണെങ്കിലോ ഇക്വേഷൻ എന്തായിരുന്നു? GI ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ NI ഫാക്ടോറിയൽ ഇൻറ്റു GI മൈനസ് NI ഫാക്ടോറിയൽ. GI എന്ന് വെച്ചാൽ 3 സെല്ലാണ് ഉള്ളത്. NI എന്ന് വെച്ചാൽ 2 ഇൻറ്റു 3 മൈനസ് 2 ഫാക്ടോറിയൽ. ശരിയല്ലേ? ഇപ്പോൾ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് 2 ലെവലും 3 ഫെർമിയോൺസും ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും നമുക്കതിനെ വെക്കാൻ കഴിയില്ല. കാരണം ഒരു സെല്ലിൽ 2 എണ്ണം വെക്കേണ്ടി വരും. ശരിയല്ലേ? അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം, അങ്ങനത്തെ കേസിൽ ഇവിടെ 2 മൈനസ് 3 ഫാക്ടോറിയൽ എന്ന് വരും. മൈനസിൻ്റെ ഫാക്ടോറിയൽ എന്താണെന്ന് ആർക്കും അറിയാത്തതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്. അങ്ങനത്തെ ഒരു കേസ് ഇവിടെ പറ്റില്ല. ഓക്കെ, ഇവിടെ 3 ലെവലിന് വരും. 2 ലെവലും 3 പാർട്ടിക്കിളും ആണെങ്കിൽ ഒരു ലെവലിൽ 1 എന്നുള്ള റൂള് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ അത്തരം കേസുകൾ ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇതാണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ ഇതിനുള്ള എക്സാമ്പിളാണ്. ഇനി ഉള്ളത് മാക്സ്വെൽ ബോൾട്സ്മാൻ ആണ്. ഇക്വേഷൻ എന്ന് വെച്ചാൽ GI റേസ് ടു N ബൈ NI ഫാക്ടോറിയൽ. അടിയത്തെ NI ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതാ? റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് വരും. ശരിയല്ലേ? നമ്മൾ മാത്തമാറ്റിക്സിൽ എമ്മും ടീൻ്റെ ഒക്കെ കേസ് കണ്ടിരിക്കുന്നു. അതല്ലെങ്കിൽ GI റേസ് ടു N വേസിലാണ് ഉണ്ടാവുക. നമ്മളിവിടെ GI എന്ന് പറയുന്നത് എന്താ? 3, N എന്ന് പറയുന്നത് 2, 9 കേസുകൾ ഉണ്ടാവും. അത് ഏതൊക്കെയാണ് 9? മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ പ്രത്യേകത എന്താ? മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്റ്റിങ്വിഷബിൾ ആണ്. അപ്പോൾ പാർട്ടിക്കിളിനെ എയും ബിയും ആക്കി എടുക്കാം. അപ്പോൾ എയും ബിയും ഒന്നാമത്തേൽ നിന്നു, എയും ബിയും രണ്ടാമത്തേൽ നിന്നു, എയും ബിയും മൂന്നാമത്തേൽ നിന്നു. ഇവിടെ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എത്ര എണ്ണത്തിന് വേണമെങ്കിൽ നിൽക്കാം. പിന്നെ എ ബി പുറത്ത് വെക്കാം, ബി ഇവിടെ വെക്കാം, എ ഇവിടെ വെക്കാം. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 3, 6, 9 വേസ്. അതേ ഇക്വേഷൻ തന്നെയാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് എൻട്രോപ്പി കാണണം എന്ന് വിചാരിക്കാം. എൻട്രോപ്പിയുടെ ഇക്വേഷൻ എന്താ? KLN ഒമേഗയാണ്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഈ ഡിസ്ട്രിബ്യൂഷനുള്ള നമ്പർ ഓഫ് ways it can be arranged, number of microstates ആണ്. So number of microstates which is summation of W of Ni ആണ്. ഓക്കെ, അപ്പം ഒമേഗ ക്യാൻ ബി റിട്ടൺ ആസ് K ഇൻറ്റു LN ഒമേഗ NI സ്റ്റാർ എന്നുള്ള ഈ മൊത്തത്തിന് എനിക്ക് NI സ്റ്റാർ വെച്ച് റീപ്ലേസ് ചെയ്യാം. എന്തുകൊണ്ടാണ്? ഞാൻ കാനോണിക്കൽ എൻസെമ്പിൾ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഈവൺ ദോ ഈ ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരുപാട് ഡിസ്ട്രിബ്യൂഷനിൽ
ഒന്ന് മാത്രം മോസ്റ്റ് പ്രോബബിൾ ആവും. അപ്പോൾ നമ്മൾ ഒരുപാട് പാർട്ടിക്കിൾസിൻ്റെ കേസ് പറയുമ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 10⁻23യുടെയൊക്കെ റേഞ്ചിലാവുമ്പോൾ മറ്റേത് എന്ന് പറയുന്നത് വളരെ ലോവർ റേഞ്ച് 10⁻15 10⁻12 ഒക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെയധികം മൈക്രോ സ്റ്റേറ്റുകൾ ഉണ്ടാക്കും. ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷനെ വെച്ച് നോക്കുമ്പോൾ നമ്പർ കൂടുന്തോറും ആ ഡിസ്ട്രിബ്യൂഷൻ്റെ എണ്ണം ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ എണ്ണവും തമ്മിലുള്ള വ്യത്യാസം വളരെ 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 വ്യത്യാസം. അപ്പോൾ സോ യു ക്യാൻ ഓൾവേസ് സ്വാപ്പ് ദിസ് നമ്പർ വിത്ത് ഒമേഗ ഓഫ് ni സ്റ്റാർ. ni സ്റ്റാർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ni സ്റ്റാർ ഈസ് എ ഡിസ്ട്രിബ്യൂഷൻ സെറ്റ് ദാറ്റ് മാക്സിമൈസ് ദ നമ്പർ അല്ലേ. നമ്മൾ ഒരു കേസ് പറഞ്ഞിരുന്നു. എന്നിട്ട് ഏതോ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ 12 ഉണ്ട്, ബാക്കിയൊക്കെ 1ഉം 4ഉം ഒക്കെ ഉള്ളായിരുന്നു. എന്നിട്ട് നമ്മൾ 12 ഉള്ളതാണ് എടുത്തിരുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് വിശദമാക്കിയിട്ട് നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പോയി അവിടെ നോക്കുക, അത് മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഓക്കെ, എന്നാലേ ഇവിടെ മനസ്സിലാവും. അപ്പം യു ഹാവ് ദിസ് ഇക്വേഷൻ റൈറ്റ്. പക്ഷേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചെയ്ത പോലെ തന്നെ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് വഴി ഞാൻ ഈ ഇക്വേഷനെ കണ്ടുപിടിക്കണം. കാരണം ln ഒമേഗ എന്നുള്ള ഇക്വേഷൻ ഞാൻ കാണണം. അപ്പോൾ ln ഒമേഗ എന്നുള്ളതിൽ ഈ ഒമേഗ ni സ്റ്റാർ എന്ന് പറയുന്നത് ഏത് സെറ്റിനാണോ മാക്സിമം ഉള്ളത്, മാക്സിമൈസ് ചെയ്യുന്ന സെറ്റ്. അങ്ങനെ മാക്സിമൈസ് ചെയ്യുന്ന സെറ്റ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു ചെയ്തിരുന്നത്? ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ്, ശരിയല്ലേ? കാരണം നമുക്ക് ഇവിടെ ഒന്നാമത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഈ ഡിസ്ട്രിബ്യൂഷൻ അനുസരിക്കുന്ന ഒരു ലോ ഉണ്ട്. ആ ലോ പ്രകാരം ഒരു കൺസ്ട്രെയിൻ്റ് ഉണ്ട്. ആ കൺസ്ട്രെയിൻറ്റ് പ്രകാരം മാത്രമേ ഈ ഡിസ്ട്രിബ്യൂഷൻ ആവാൻ പാടുള്ളൂ. അപ്പോൾ ഈ കൺസ്ട്രെയിൻറ്റും കൂടി കൂട്ടിയിട്ട് നമ്മൾ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് വഴി നമ്മൾ എന്താണ് ഏത് സെറ്റിനാണ് ഈ ni സ്റ്റാർ മാക്സിമം ആവുന്നത് എന്ന് നോക്കി. അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത്. ഡെൽറ്റ എഫ് കാണും, ഡെൽറ്റ എഫ് ഈസിക്വൽ ടു 0 എന്ന് പറയും. അങ്ങനെ ഡെൽറ്റ എഫിൻ്റെ കൂടെ ഈ രണ്ട് കൺസ്ട്രെയിൻസിൻ്റെ ഇക്വേഷനും കൂടി വരും. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആദ്യത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഐ എം നോട്ട് ഗോയിങ് ടു റിപ്പീറ്റ് ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, സോ ഞാൻ ഡെൽറ്റ എഫ് ഈസിക്വൽ ടു 0 എന്നുള്ള ഡെൽറ്റ എഫ് ഈസിക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ ആണ് ഇത്, എൻ്റെ ഈ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ എഫ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡിൽ ln ഒമേഗയും അതോടൊപ്പം രണ്ട് കൺസ്ട്രെയിൻസിനെയും നമ്മളുടെ ഇക്വേഷൻസും ഒരു ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയർ വെച്ചിട്ട് വരുന്നതാണ് ഈ സാധനം, ശരിയല്ലേ? അപ്പോൾ അതാണ് എഫ്. അതിൻ്റെ ഡെൽറ്റ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എഫ് കിട്ടും. ഡെൽറ്റ എഫ് ഈക്വൽ ടു 0. ദിസ് പ്രോസസ് വി ഹാവ് ഡൺ ഇൻ ലാസ്റ്റ് ക്ലാസ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡെൽറ്റ ln ഒമേഗ എന്താന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. പിന്നീട് ഈ ഇക്വേഷനിൽ പ്ലഗ് ചെയ്യും. ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 2. ദിസ് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ആദ്യം തന്നെ ഡെൽറ്റ ഒമേഗ ni എന്താന്ന് കാണണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മാക്സ്വെൽ ബോൾസ്മാൻ അല്ല, നമ്മൾ ഏത് കാണാം? ആദ്യം തന്നെ ബോസ് ഐൻസ്റ്റൈൻ നോക്കാം. ബോസ് ഐൻസ്റ്റൈനിൽ ഒമേഗയുടെ ഇക്വേഷൻ എന്താ? ni പ്ലസ് gi-1 ഡിവൈഡ് ബൈ ni ഫാക്ടോറിയലിന് gi-1 ഫാക്ടോറിയൽ, ശരിയല്ലേ? ഇവിടെ സമ്മേഷനാണ്. ദിസ് ഈസ് സമ്മേഷൻ, ദിസ് ഈസ് സമ്മേഷൻ. ഓക്കെ, അപ്പം അതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇവിടെ ഒരു ഫാക്ടോറിയൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിൽ ഞാൻ ഈ -1 എന്നുള്ള ടേം രണ്ട് ഭാഗത്തു നിന്നും കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം gi എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. gi ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഒരു -1 വന്നാൽ ഒന്നും സംഭവിക്കില്ല. സോ ഈ ഇക്വേഷൻ എനിക്ക് എങ്ങനെ എഴുതാം? ni പ്ലസ് gi ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ ni ഫാക്ടോറിയൽ ഇൻറ്റു gi ഫാക്ടോറിയൽ, അങ്ങനെ എഴുതാം, ശരിയല്ലേ? അപ്പം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ln ഒമേഗ ni കാണണം. ദിസ് ഈസ് ഫോർ ഒമേഗ ni. ln ഒമേഗ ni എന്ന് പറയുമ്പോൾ ഇതിനെ ഞാൻ ln എടുക്കണം. സോ ln എടുത്താൽ ln ni പ്ലസ് gi ഫാക്ടോറിയൽ. അപ്പോൾ ln ni പ്ലസ് gi ഫാക്ടോറിയൽ വിച്ച് ഈസ് ദിസ് വൺ, ശരിയല്ലേ? ഡിവൈഡ് ബൈ ni ഫാക്ടോറിയൽ ഇൻറ്റു gi ഫാക്ടോറിയൽ. ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ മൈനസ് ln ni ഫാക്ടോറിയൽ മൈനസ് ln gi ഫാക്ടോറിയൽ. ഇത് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഇതിൻ്റെ
ഇതിനെ ഒന്ന് വലുതാക്കുക, സ്റ്റെർലിംഗ് ഇക്വേഷൻ ഉപയോഗിക്കുക, അത്രയൊക്കെ തന്നെ ചെയ്യാനുള്ളൂ. അപ്പം ln ni ഫാക്ടോറിയൽ എന്താ? സ്റ്റെർലിംഗ് ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, n ഫാക്ടോറിയൽ ln n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു n ln n മൈനസ് n ആണ്. അപ്പം ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ ഇവിടെ എഴുതി ln n പ്ലസ് ജി ഐ n പ്ലസ് ജി എന്നുള്ളത് n പ്ലസ് ജി ln n പ്ലസ് ജി മൈനസ് n പ്ലസ് ജി. അതുപോലെ ln n ഫാക്ടോറിയൽ എന്ന് പറയുന്നതിനെ വീണ്ടും ഞാൻ സ്റ്റെർലിംഗ് ഇക്വേഷൻ ഉപയോഗിച്ചു, ഇതിനെയും സ്റ്റെർലിംഗ് ഇക്വേഷൻ ഉപയോഗിച്ചു. ഇതിൽ എൻ ഐയും ജി ഐനും എനിക്ക് n പ്ലസ് ജി ഐന്ന് കട്ട് ചെയ്ത് കളയാം. സോ ബാക്കിയുള്ള ടേംസിനൊക്കെ ഞാൻ ഇവിടേക്ക് എടുത്തു, റീഅറേഞ്ച് ചെയ്തു. മൈനസിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് ഡിവിഷൻ ആക്കി. സോ എൻ ഐ എൽ എൻ n പ്ലസ് ജി ഐ ബൈ എൻ ഐ ഫാക്ടർ എൻ ഐ പ്ലസ് ജി ഐ ഇൻറ്റു എൽ എൻ n പ്ലസ് ജി ഐ ഡിവൈഡ് ബൈ ജി ഐ കിട്ടി. ശരിയല്ലേ? അപ്പോൾ ഇതിനെന്ത് ചെയ്യാം? എൻ ഐ എൽ എൻ വേണമെങ്കിൽ ഞാൻ ഈ എൻ ഐനെ കൊണ്ട് ടോട്ടൽ ഡിവൈഡ് ചെയ്ത് സോ 1 പ്ലസ് ജി ഐ ബൈ എൻ ഐ കിട്ടും. ജി ഐന് ഓക്കെ. സോ ഇങ്ങനെ കിട്ടി. ഇനി എനിക്ക് ഈ ഇക്വേഷനെ ഞാൻ ഒരു കോൺസ്റ്റന്റ് വെച്ച് ഉപയോഗിച്ച് എഴുതാൻ പോവാണ്. എ എന്നുള്ള കോൺസ്റ്റന്റ് എനിക്ക് ഭാവിയിൽ ഫെർമി ഡിറാക്കും മാക്സ്വെൽ ബോൾട്ട്സ്മാനും ഉപയോഗിക്കുമ്പോൾ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എ എന്നുള്ളൊരു ഇക്വേഷൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ എ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. എ ഈസ് ഈക്വൽ ടു 1. എ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇക്വേഷൻ എന്താവും? സമ്മേഷൻ ഓവർ ഐ എൻ ഐ എൽ എൻ ജി ഐ മൈനസ് a is equal to minus 1. Okay, a is equal to, put a is equal to minus 1. Put a is equal to minus 1. Put a is equal to minus 1. Let's say this is minus 1. Put a is equal to minus 1. അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്ത് എഴുതാം? 1 plus gi ni can be written as gi by ni minus minus 1. അപ്പം പ്ലസ് 1 തന്നെ കിട്ടി. പിന്നെ ജി ഐ ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? ജി ഐ ബൈ എ എന്ന് എഴുതി. ബട്ട് എ ഇസ് മൈനസ് 1, അപ്പോൾ ഈ മൈനസ് 1ഉം മൈനസ് 1ഉം കൂടി പ്ലസ് ആവും. പിന്നെ ഉള്ള എന്താ? 1 മൈനസ് ഓക്കെ എൻ ഐ ബൈ ജി ഐ ആണ്. ഞാൻ എ എൻ ഐ ബൈ ജി ഐ ചെയ്തു. ബിക്കോസ് എ ഈക്വൽ ടു -1 ആണ്. ഇതേ ഇക്വേഷൻ തന്നെ തരും. ഓക്കെ, ഇഫ് എ ഈക്വൽ ടു -1 ദിസ് ഇക്വേഷൻ വിൽ ഗിവ് യു ദ സെയിം ഇക്വേഷൻ ബാക്ക്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എൽ എൻ ഒമേഗ എൻ ഐക്ക് ഒരു ഇക്വേഷൻ കിട്ടി. നമ്മൾ ഇതേ പ്രോസസ്സ് ഫെർമി ഡിറാക്കിന്റെ കേസിലും കൊടുത്താലോ? ഫെർമി ഡിറാക്കിന്റെ കേസിൽ ഒമേഗ ഐയുടെ ഇക്വേഷൻ എന്താ? സമ്മേഷൻ ഓഫ് ജി ഐ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എന്തായിരുന്നു? എൻ ഐ ഫാക്ടോറിയൽ ഇൻറ്റു ജി ഐ മൈനസ് എൻ ഐ. മൈനസ് എൻ ഐ ആണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ഒമേഗയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ എൽ എൻ ഒമേഗ എന്ന് പറയുന്നത് എന്താവും? എൽ എൻ ഓഫ് ദിസ് തിങ്. ശരിയല്ലേ? ജസ്റ്റ് ലൈക്ക് നമ്മൾ അവിടെ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ ഇതിനെ സ്റ്റിർലിംഗ് ഇക്വേഷൻ വെച്ചിട്ട് വലുതാക്കിയതിൻ്റെ ശേഷം യു വിൽ എൻഡ് അപ്പ് ഇൻ ദിസ് ഇക്വേഷൻ. സെയിം പ്രോസസ്സാണ്. യു വിൽ എൻഡ് അപ്പ് ഇൻ ദിസ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ വീണ്ടും എ എന്നുള്ളത് കൊടുത്തു. എ ഈസ് ഈക്വൽ ടു +1 കൊടുത്തു. അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇക്വേഷനിൽ -1ന് പകരം -a എന്ന് കൊടുത്തു. മൈനസ് ജി ഐക്ക് പകരം മൈനസ് ജി ഐ ബൈ എ എന്ന് കൊടുത്തു. എൽ എൻ 1 മൈനസ് ഇതേ ഇക്വേഷൻ കൊടുത്തു. അങ്ങനെയാവുമ്പം ഈ ഇക്വേഷൻ റീപ്രൊഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? എ ഈസ് ഈക്വൽ ടു +1 ആണ്. എ ഈസ് ഈക്വൽ ടു +1 ആണ്. അപ്പോൾ ഇതുകൊണ്ട് ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ മാത്രം കാണാപ്പാഠം പഠിച്ചാൽ മതി. എ -1 ആണെങ്കിൽ നമുക്ക് എന്താണ് ബോസ്-ഐൻസ്റ്റീനും കിട്ടും. എ ഈസ് ഈക്വൽ ടു +1 ആണെങ്കിൽ എന്ത് കിട്ടും? നമ്മുടെ ഫെർമി ഡിറാക്കും കിട്ടും. അപ്പം ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇത് രണ്ടും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ജനറൽ ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്നും ഞാൻ എന്ത് കണ്ടുപിടിക്കണം? എൻ്റെ ഡെൽറ്റ എഫിൻ്റെ ഇക്വേഷനിലേക്ക് എന്ന് എത്തണ്ട്. ഡെൽറ്റ എഫിൻ്റെ ഇക്വേഷനിൽ ഡെൽറ്റ എൽ എൻ ഒമേഗ മൈനസ് ആ റെസ്ട്രിക്റ്റീവ് 2 കണ്ടീഷനും ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഡെൽറ്റ എൽ എൻ ഒമേഗ കാണുന്നു. അപ്പോൾ ഇതിനെ ഡെൽറ്റ ഞാൻ ചെയ്യണം. ഡെൽറ്റ ചെയ്യാച്ചുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ചെയ്യണം. അപ്പം ആദ്യത്തെ ടേമിൽ ഇതാ നമ്മളുടെ ടേം. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇതെന്താവും? ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഇതിന് ആദ്യം ഡിഫറൻഷ്യൽ കൊടുക്കണം, പിന്നെ ഇതിന് ഡിഫറൻഷ്യൽ കൊടുക്കണം. ശരിയല്ലേ?
സോ ആദ്യം തന്നെ ഞാൻ ഡെൽറ്റ എന്നിന് ഡിഫറൻഷ്യൽ എടുത്തു, മറ്റേ സംഖ്യേനെ അതേപോലെ തന്നെ എഴുതി. ശരിയല്ലേ? രണ്ടാമത്തേല് ഞാൻ എൻ ഐനെ അതേപോലെ എഴുതി. എൽ എൻ ജി ഐ ബൈ എൻ ഐ മൈനസ് എന് ഡിഫറൻഷ്യൽ കൊടുത്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? വൺ ബൈ ജി ഐ അല്ലെ, എൽ എൻ എച്ച് പറഞ്ഞാൽ എൽ എൻ 1/h ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് എച്ച് ആണ്. അപ്പം 1/gi by ni minus a ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ദിസ് തിങ്. ശരിയല്ലേ? മൈനസ് ഈ ടേം എന്താണ്? ഈ ടേമും അതേപോലെ നമ്മൾ ഡിഫറൻഷ്യൽ ചെയ്യുക. ഇത് എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ്. ശരിയല്ലേ? എൻ ഐ എ മാറാൻ പോകുന്നുള്ളൂ. അങ്ങനെ ആവുമ്പം എനിക്ക് ഡിഫറൻഷ്യൽ ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ വരൂ. അപ്പം ഞാൻ ഇതിന് ജി ഐ ബൈ എ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്പറാണ്, അതിനെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്താണ്? ലോഗിൻ്റെ ഉള്ളിലാണ്. സോ 1 ദിസ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് അതേ സാധനം. അതാണല്ലോ ലോഗരിതത്തിൻ്റെ ഡിഫറൻഷ്യൽ. അങ്ങനെ ചെയ്തതിൻ്റെ ശേഷം യു ക്യാൻ ആക്ച്വലി ഇതിനെ വലുതാക്കാം. ഈ ടേം അതേപോലെ തന്നെ നിൽക്കുന്നു. ഈ ടേമിൽ ഡിഫറൻഷ്യൽ ഓഫ് ദിസ് തിങ്ങിനെ നിങ്ങൾ വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാം. ശരിയല്ലേ? ഈ സാധനത്തിനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിഫറൻഷ്യൽ ഓഫ് എ എന്ന് പറയുന്നത് 0 ആണ്. ഡിഫറൻഷ്യൽ ഓഫ് ജി ഐ ബൈ എൻ ഐ ഫാക്ടോറിയൽ ആണ് ജി ഐ. 1/ni ഫാക്ടോറിയൽ എന്താ? 1/ni സ്ക്വയർ ഇൻറ്റു ഡെൽറ്റ എൻ ഐ. ശരിയല്ലേ? ആ ഒരു മാറ്റം കൂടി ഇവിടെയും കൊണ്ടുവരിക. സിമിലർലി ഇവിടെയും ചെയ്യാം. ഇവിടെ ഡിഫറൻഷ്യൽ ഓഫ് 1 പറയുന്നത് 0 ആണ്, എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, എൻ ഐൻ്റെ ഡെൽറ്റ എൻ ഐ ആണ്. അടിയുള്ളൊക്കെ അതേപോലെ തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് ടേം വിൽ ബി ലൈക്ക് ദിസ്. സെക്കൻഡ് ടേമിൽ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ വെട്ടാം? എൻ ഐ സ്റ്റാർ, എൻ ഐ ഇവിടെ ഉണ്ട്, എൻ ഐ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിലൊരു എൻ ഐനെ വെട്ടാം. അപ്പോൾ ബാക്കിയുള്ള എൻ ഐ താഴത്ത് വരും. പിന്നെ ഡെൽറ്റ എൻ ഐൻ്റെ അതേപോലെ തന്നെ. ശരിയല്ലേ? ഇങ്ങനെ നോക്കുമ്പം നമ്മളുടെ രണ്ടാമത്തെ ടേമും ഈ രണ്ട് ടേമും വെട്ടിപ്പോവില്ലേ? അങ്ങനെ വെട്ടിപ്പോവുക. എനിക്ക് ജി ഐനെ ഞാൻ താത്തുകൊണ്ട് ഒരു 1/g ആക്കി എഴുതാം. ഇപ്പൊ ജി ഐയും വരും, വെട്ടിപ്പോവും. അപ്പോൾ 1/ni എ ബൈ ജി ഐ എന്ന് കിട്ടും. ശരിയല്ലേ? എൻ ഐന് ഉള്ളോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ ഐയും വെട്ടിപ്പോവും, 1 വരും. 1 മൈനസ് എ ബൈ എ എൻ ഐ ബൈ ജി ഐ. ഓക്കെ, ഇത് തന്നെ കിട്ടും. സോ ഈ രണ്ട് ടേംസ് നമ്മൾ കട്ട് ചെയ്ത് കളയും. ഫസ്റ്റ് നമ്മൾ ഒന്നാമത്തെ ടേം മാത്രമേ ബാക്കി വരൂ. അപ്പോൾ നമ്മളുടെ ഡെൽറ്റ എഫിൻ്റെ ആദ്യത്തെ ടേം നമുക്ക് കിട്ടി. ഇനി ആ റെസ്ട്രിക്റ്റീവ് കണ്ടീഷനും കൂടി കൂട്ടി മൈനസ് ചെയ്തതിൻ്റെ ശേഷം ഈക്വൽ ടു 0 ചെയ്തതിൻ്റെ ശേഷം ഡെൽറ്റ എഫ് നമുക്ക് ഏത് ഡിസ്ട്രിബ്യൂഷനാണ് മാക്സിമൈസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനെ കാണാവുന്നതാണ്. അപ്പം നമ്മളുടെ ഡെൽറ്റ എഫിൻ്റെ ഇക്വേഷൻ ഇതാണ്. ഈ ഇക്വേഷൻ ഡെൽറ്റ എൽ എൻ ഒമേഗ എൻ ഇത് അതേപടി പ്ലഗ് ചെയ്യും. മൈനസ് റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ അല്ലേ? ഒന്നാമത്തെ കേസിന്റെ റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ സമ്മേഷൻ ഓഫ് ഓൾ എൻ വിൽ ഗിവ് യു ടോട്ടൽ എൻ അല്ലേ? അപ്പോൾ ഒരു ലഗ്രാഞ്ച് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയർ ഇവിടെ ഉണ്ടാവും, ഇൻറ്റു ഡെൽറ്റ എൻ ഐ മൈനസ് ബീറ്റ ഇൻറ്റു സമ്മേഷൻ ഓഫ് എപ്സിലോൺ ഇൻറ്റു ഡെൽറ്റ എൻ ഐ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇതിൽ നമുക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുക? നമ്മൾ ആ ഇക്വേഷൻ അതേപോലെ തന്നെ എഴുതി. ഇതാണ് ഡെൽറ്റ എഫിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷനാണ് മാക്സിമൈസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ ഇക്വേഷൻ. ഇതിൽ നിന്നും ഡെൽറ്റ എന്നിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്ത് കിട്ടും? ഡെൽറ്റ എന്നിനെ പുറത്തെടുത്ത എൽ എൻ ജി ഐ ബൈ എൻ ഐ സ്റ്റാർ. കണ്ടോ, എൻ ഐ സ്റ്റാർ വരുന്നത് എന്തുകൊണ്ടാണ്? എൻ ഐക്ക് ഒരു എൻ ഐ സ്റ്റാർ വരുന്നത് ഈ ഡിസ്ട്രിബ്യൂഷനാണ് മാക്സിമൈസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 0 ഇട്ടത്. മാക്സിമൈസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനിൽ ഈക്വേഷൻ ഈക്വൽ ടു 0 ആവും. ഇതിന് എൻ ഐ സ്റ്റാർ ഡെൽറ്റ എൻ ഐനെ എല്ലായിടത്തും പുറത്തേക്ക് എടുക്കുക. ബാക്കിയുള്ള ടേം ഇൻറ്റു ഡെൽറ്റ എൻ ഐ ഇസിക്വൽ ടു 0. ഈ ഡെൽറ്റ എൻ ഐ എന്ന് പറയുന്ന ഒരു ആർബിട്രറി ടേം ആണ്, അതൊരിക്കലും 0 ആവാൻ പാടില്ല. സോ ദിസ് ഹാസ് ടു ബി 0. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് 0 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി ഇതിൽ നിന്നും നമുക്ക് എങ്ങോട്ട് പോവാം? നമുക്ക് യു ക്യാൻ റൈറ്റ് ദിസ് ആസ് എൽ എൻ ജി ഐ ബൈ എൻ ഐ സ്റ്റാർ മൈനസ് എ ഈക്വൽ ടു alpha plus beta
എപ്സിലോൺ ഐ എന്ന് കിട്ടും. ശരിയല്ലേ? ഇതിനെ നിങ്ങൾ എക്സ്പൊണൻഷ്യൽ എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ജി ഐ ബൈ എൻ ഐ സ്റ്റാർ ഈക്വൽ ടു മൈനസ് എ ഈസ് ഈക്വൽ ടു എന്താണ്? എക്സ്പൊണൻഷ്യൽ മൈനസ് എക്സ്പൊണൻഷ്യൽ ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ എന്ന് കിട്ടും. ശരിയല്ലേ? അതുപോലെ നമുക്ക് ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്യുക. എക്സ്പൊണൻഷ്യൽ കാണുക. ജി ഐ ബൈ എൻ ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ പ്ലസ് എ എന്ന് കിട്ടും. ഓക്കെ. അപ്പോൾ ജി ഐ ബൈ എൻ ഐ സ്റ്റാർ മൈനസ് എ ഈസ് എന്താണ്? ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ ജി ഐ ബൈ എൻ ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ഇ റൈസ് ടു ബീറ്റ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഇ ഐ. ഇതിൽ നിന്ന് എൻ ഐ സ്റ്റാർ കണ്ടുപിടിക്കാമല്ലോ. എൻ ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു ജി ഐ ബൈ എ പ്ലസ് ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഐ. ശരിയല്ലേ? ഇതിൽ എ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ എനിക്ക് ബോൾസ്മാൻ അല്ല ബോസ് ഐൻസ്റ്റൈൻ കിട്ടും. എ ഈസ് ഈക്വൽ ടു +1 ആണെങ്കിൽ എൻ ഐ സ്റ്റാറിന് എനിക്ക് എന്ത് കിട്ടും? ഫെർമി ഡിറാക്ക് കിട്ടും. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ. ഓക്കെ. അപ്പം ഇതാണ് നമുക്ക് കിട്ടേണ്ട ഇക്വേഷൻ എൻ ഐ സ്റ്റാറിനുള്ള. അപ്പം എൻ ഐ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താ? ഏറ്റവും മോസ്റ്റ് പ്രോബബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ് ആണ്. ശരിയല്ലേ? വിച്ച് ഈസ് എൻ ഐ സ്റ്റാർ. എൻ ഐ സ്റ്റാറിനുള്ള ഇക്വേഷൻ ആണ് ഇത്. അപ്പോൾ ഇത് മാക്സ്വെൽ ബോസ് ഐൻസ്റ്റൈനും ഫെർമി ഡിറാക്കും കിട്ടും. ഇതേപോലെ തന്നെ നമുക്ക് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ്റെയും കാണാം. മാക്സ്വെൽ ബോൾട്ട്സ്മാൻ്റെ ഇക്വേഷൻ എന്താ? മാക്സ്വെൽ ബോൾട്ട്സ്മാൻ്റെ ഇതേപോലെ കാണുക. എൽ എൻ ഒമേഗ എൻ ഐ കാണുക. അല്ലേ? ഇക്വേഷൻ എന്തായിരുന്നു? ജി ഐ റൈസ് ടു എൻ ഐ ബൈ എൻ ഐ ഫാക്ടോറിയൽ. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ കാണുക. ജി ഐ റൈസ് ടു എൻ ഐ എന്ന് പറഞ്ഞാൽ എൻ ഐ എൽ എൻ ജി ഐ മൈനസ് എൽ എൻ എൻ ഫാക്ടോറിയൽ. സ്റ്റിർലിംഗ് ഇക്വേഷൻ കാണുക. ഇക്വേഷൻ കിട്ടിയാൽ യു വിൽ ഗെറ്റ് ദിസ് വൺ. ശരിയല്ലേ? എൽ എൻ എൻ ഫാക്ടോറിയൽ ഈസ് എൻ ഫാക്ടോറിയൽ എൽ എൻ എൻ ഫാക്ടോറിയൽ ഈസ് എൻ ലോഗ് എൻ മൈനസ് എൻ ആണ്. അതിവിടെ ഡയറക്റ്റ്ലി പ്രയോഗിച്ചു. ഇനി അത് കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ കണ്ട്? അതിൻ്റെ ഡിഫറൻഷ്യൽ കാണണം. നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് ഡിഫറൻഷ്യൽ കണ്ടിട്ടുണ്ടെങ്കിൽ സെയിം പ്രോസസ്സ്. ഇത് ഒന്നാമത്തെ ഡെൽറ്റ എൻ മാത്രമേ ഉള്ളൂ. ഉള്ളിലുള്ള ജി ഐ നമ്പറാണ്. കുഴപ്പമില്ല. രണ്ടാമത്തെ ഇവിടെ ഒരു എൻ ഐ ഉണ്ട്, ഇവിടെ ഒരു എൻ ഐ ഉണ്ട്. അതൊരു പ്രോഡക്റ്റ് ഫോർമുല പോലെ രണ്ട് ഡിഫറൻഷ്യലാക്കി ചെയ്യണം. പ്ലസ് എൻ ഐയിൽ ഡെൽറ്റ എൻ ഐ ആവും. രണ്ട് ഡിഫറൻഷ്യൽ എങ്ങനെയാണ്? ആദ്യം ഡെൽറ്റ എൻ ഐയിൽ ഡിഫറൻഷ്യൽ വരും, പിന്നെ എൽ എൻ എൻ ഐയിൽ ഡിഫറൻഷ്യൽ വരും. എൽ എൻ എൻ ഐ എന്ന് വെച്ചാൽ എന്ത് കിട്ടും? എൽ എൻ എൻ ഐയിൽ നമ്മൾ ഡിഫറൻഷ്യൽ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ ഐ 1/ni ഇൻറ്റു ഡെൽറ്റ എൻ ഐ ഇൻറ്റു എൻ ഐ എന്ന് തന്നെ കിട്ടും. ശരിയല്ലേ? സോ അതിൽ പോവാനുള്ളൊക്കെ പോവാം. ഏതാ പോവുക? ഡെൽറ്റ എൻ ഐ ഇത് രണ്ടും പോവും. ശരിയല്ലേ? ഇതിൽ ഡെൽറ്റ എൻ അവിടെ തന്നെ കിടക്കും. പുറത്തേക്ക് എടുക്കാം. ഇവിടെ ഒരു ജി ഐ ഉണ്ട്, ഇവിടെ ഒരു എൻ ഐ ഉണ്ട്. സോ യു വിൽ ഗെറ്റ് ഡെൽറ്റ എൽ എൻ ഒമേഗ എൻ ഐ ഈസ് ഈക്വൽ ടു ദിസ് ടേം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡിൽ രണ്ട് റെസ്ട്രിക്റ്റീവ് കണ്ടീഷനിൽ കൊണ്ടുപോയിടുക വിത്ത് എ കോൺസ്റ്റന്റ് ആൽഫ ബീറ്റ. അല്ലേ? ആദ്യത്തെ റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ എന്താ? സമ്മേഷൻ ഓഫ് എൻ ഐ ഈസ് ഈക്വൽ ടു എൻ. അതിൻ്റെ ഡെൽറ്റ എടുക്കുമ്പോൾ സമ്മേഷൻ ഓഫ് ഡെൽറ്റ എൻ ഐ ഈസ് ഈക്വൽ ഇല്ല. അതുപോലെ ഇവിടെ സമ്മേഷൻ ഓഫ് എപ്സിലോൺ ടു ഡെൽറ്റ എൻ ഐയും കൊടുക്കേണ്ടി വരും. റെസ്ട്രിക്റ്റീവ് കണ്ടീഷൻ ലഗ്രാഞ്ച് മൾട്ടിപ്ലയർ മെത്തേഡ് കൊടുക്കുക. ഈക്വൽ ടു 0 കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ മാക്സിമൈസ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനുള്ള ഇക്വേഷൻ കിട്ടും. അതുകൊണ്ടാണ് എൻ ഐക്ക് വരെ ഇവിടെ എൻ ഐ സ്റ്റാർ കിട്ടുന്നത്. എന്നിട്ട് ഡെൽറ്റ എൻ ഐനെ പുറത്തേക്ക് എടുക്കുക. ഡെൽറ്റ എൻ ഐ 0 ആവില്ല, ഉള്ളിലുള്ള 0 ആവും. യു വിൽ ഗെറ്റ് ജി ഐ ബൈ എൻ ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ എന്ത് കിട്ടി? ഇ റൈസ് ടു ആൽഫ പ്ലസ്. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ട അതേ ഇക്വേഷൻ പോലെ തന്നെയാണ്. അപ്പം ഞാൻ എൻ ഐ സ്റ്റാറിനെ ജി ഐ ബൈ ഇ റൈസ് ടു ആൽഫ പ്ലസ് ബീറ്റ ഐ എന്ന് വിളിക്കാം. ശരിയല്ലേ? അപ്പോൾ എനിക്ക് നേരത്തെ കണ്ട പോലെ ഞാൻ എ എന്നുള്ള ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബിക്കോസ് എ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഞാനിവിടെ ഒരു എ നിട്ടുകൊണ്ട് ഒരു മാറ്റം വരുന്നില്ല. പക്ഷേ നമ്മൾ എൻ ഐ സ്റ്റാറിൻ്റെ ഇക്വേഷൻ ബിയിലായാലും എഫ് ഡിയിലായാലും മാക്സ്വെൽ ബോൾട്ട്സ്മാൻ ആണെങ്കിലും ഒരേ ഫോം കിട്ടി. അതിൽ എ ഈസ് ഈക്വൽ ടു -1 വരുമ്പോൾ അത് ബോസ് ഐൻസ്റ്റീനും +1 വരുമ്പോൾ അത് ഫെർമി ഡിറാക്കും 0 വരുമ്പോൾ അത് നമ്മളുടെ ഡിസ്റ്റിങ്വിഷബിൾ ആയുള്ള മാക്സ്വെൽ ബോൾട്ട്സ്മാൻ്റെയും ഇക്വേഷനായി മാറുന്നു. വിച്ച് ഈസ് ഗിവൺ ഹിയർ. ഓക്കെ. എൻ ഐ സ്റ്റാറിൻ്റെ ഇക്വേഷൻ കാണാനാവും. നിങ്ങൾക്ക് എസ് എ പലപ്പോഴും ചോദിക്കാറുണ്ട്. ആ ഇക്വേഷൻ കാണാപ്പാടം നിങ്ങൾ പഠിക്കണം എന്തായാലും.
ശരിയല്ലേ? പിന്നെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾക്കറിയാം Ni എന്ന് വെച്ചാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഫെർമി ഡിറാക്കിന്റെ കേസിലാവുമ്പോൾ ഒരു ലെവലിൽ ഒരു പാർട്ടിക്കിൾ അല്ലേ വരാൻ പാടൂ, ശരിയല്ലേ? അപ്പോൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് എന്താവണം? എപ്പോഴും വലുതാവണം, ശരിയല്ലേ? ഈ ന്യൂമറേറ്ററിനെക്കാട്ടും വലുതാവണം. സോ ഇവിടെ പ്ലസ് ആയാൽ മാത്രമേ അത് വലുതാവൂ. അപ്പം +1 ആണെങ്കിൽ എന്താണ്? ഫെർമി ഡിറാക് ആണ്. അപ്പോൾ A+1 ആണെങ്കിൽ ഫെർമി ഡിറാക് ആണ്. ഇവിടെ മൈനസ് വന്നാലോ ഈ ഡിനോമിനേറ്റർ ചെറുതായി വരും. അപ്പോൾ ഡിനോമിനേറ്റർ ചെറുതാവുമ്പം നമുക്ക് പറയാം 1ലും കൂടുതൽ ഓക്യുപ്പൻസി ഉണ്ടാവും. അത് ബോസൈൻ ചെയിൻ വരും. സോ ഇവിടെ -1 ആണെങ്കിൽ ഈ സാധനം 1ലും ചെറുതാവും, ശരിയല്ലേ? അങ്ങനെ. പിന്നെ അത് 0 ആണെങ്കിൽ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ. ഇനി Ni*/Gi എന്നുള്ള ടേം ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താ പറയുന്നത് വെച്ചാൽ മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ എനർജി ലെവൽ അല്ലേ? അപ്പം ഒരു എനർജി ലെവലിൽ ഉണ്ടാവുന്ന ഓരോ എനർജി ലെവൽസിലും ഉണ്ടാവുന്ന മോസ്റ്റ് പ്രോബബിൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അതാണ് Ni*/Gi. ഓക്കെ, അപ്പം അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ അറിയുന്നത് 1/e⁴ + βe + a ആണ്, ശരിയല്ലേ? ഇനി ജസ്റ്റ് കാൽക്കുലേഷൻ ആണ്. നമ്മളിപ്പം ln ω Ni* കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എസ് കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല. S = Kln ω Ni* ആണ്. ω Niയുടെ ഇക്വേഷൻ നമ്മൾ മുൻകൂട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ln ω Niയുടെ, which is this one, right? അപ്പം S = Kln ω കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻട്രോപ്പി കിട്ടും, which is just calculation. ഓക്കെ, അപ്പം ആ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാം. K × അപ്പോൾ S/K = this term. ഇത് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച ടേം ആണ്, ശരിയല്ലേ? റിമെമ്പർ ഇവിടെ Ni* വരുന്നത്. കാരണം എന്താ? നമ്മൾ ഏറ്റവും പ്രോബബിൾ ആയുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിനെ റീഅറേഞ്ച് ചെയ്യുക. ജസ്റ്റ് ബേസിക് റീഅറേഞ്ച്മെന്റ്. Ni* അതേപോലെ തന്നെ ln Gi/Ni* എന്ന് പറയുന്നത് എന്തായിരുന്നു? Gi/Ni* ഈസ് ദിസ് വൺ, 1/e⁴ + βe + a. അത് കൊടുക്കുക -a, ശരിയല്ലേ? Gi/Ni*, which is 1/gi. ഇവിടെ Gi/Ni* ആണ്, Ni*/Gi ആണ് ഇത്. Gi/Ni* എന്ന് വെച്ചാൽ ഈ ടേം വരും, e⁴ + βe + a. കൊടുക്കുക, കണ്ടുപിടിക്കുക, ഒന്നും ചെയ്യാനില്ല കൂടുതൽ. Ni*/Gയുടെ ഇക്വേഷൻ ഇവിടെ കൊടുക്കുക, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക. എയും വെട്ടിപ്പോയി, ln ഉണ്ട്, എക്സ്പൊണൻഷ്യൽ ഉണ്ട്, രണ്ടും വെട്ടിപ്പോയി, ബാക്കി α + βe ആയി. Gi/a ln 1 - ആ ടേം അതേപോലെ തന്നെ ഇവിടെ വന്നു അല്ലേ? ln 1 - a/a + e⁴ βe, ശരിയല്ലേ? സോ ഇവിടെ ഒരു ബൈനോമിയൽ തിയറി ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷനെ 1 - h⁻n = 1 + nh എന്നുള്ള ഇക്വേഷൻ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, സോ അതുപോലെ നമ്മൾ ഇവിടെ ചെറിയൊരു ട്രിക്ക് കൊടുത്തു, അല്ലേ? ln 1 - സംതിങ്. അപ്പോൾ ഞാൻ ln 1 - സംതിങ് ⁻⁻1 എന്ന് ഇട്ടു, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതിക്കൂടെ? ln h⁻n = n ln h അല്ലേ? അപ്പോൾ ⁻⁻1 ഞാൻ ഇവിടെ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ -1 ഇവിടെ എത്തുമ്പോൾ -G/a ln ഈ ടേം വരും, പഴയ പോലെ തന്നെ, ശരിയല്ലേ? അപ്പോൾ ഇവിടെയുള്ള മൈനസ് മാറ്റാൻ വേണ്ടി ഞാൻ ഇവിടെ പ്ലസ് ഇട്ടു. അതിന് ശേഷം അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ⁻⁻1 ഇട്ടു, ശരിയല്ലേ? അതിന് ശേഷം അതൊരു ട്രിക്കാണ്. ആ ട്രിക്കിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു?
ബൈനോമിയൽ തിയറം ഉപയോഗിക്കുന്നു ഇതിൻ്റെ ഉള്ളിൽ. ബൈനോമിയൽ തിയറം എന്ന് പറയുന്നത് എന്താ? 1 1 മൈനസ് എച്ച് റൈസ് ടു എൻ. എച്ച് ചെറുതാണെങ്കിൽ ദിസ് ഈസ് 1 മൈനസ് എൻ എച്ച് അല്ലേ? അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് -1 ആണ്. അപ്പം ആ -1 ഉള്ളോട്ട് പോകുമ്പോൾ 1 പ്ലസ് ആവും. മനസ്സിലാവുണ്ടോ ട്രിക്ക്? ദിസ് ഈസ് ബൈനോമിയൽ തിയറം. ബൈനോമിയൽ തിയറം. ഓക്കെ. അപ്പം ആ ട്രിക്ക് ഉപയോഗിച്ചു. ട്രിക്ക് ഉപയോഗിച്ചതിന് ശേഷം നമ്മൾ എൻ ഐ സ്റ്റാർ ആൽഫ പ്ലസ് ബീറ്റ ഇ അതേപടി തന്നെ GI/A അതേപടി തന്നെ LN 1 പ്ലസ്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ -1 അല്ലെങ്കിൽ +1 അല്ലേ, വളരെ ചെറുതാണ്. അപ്പോൾ എ വളരെ ചെറുതാണെങ്കിൽ എനിക്ക് പ്ലസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്ലസ് ചെയ്യുന്ന സാധനങ്ങൾ ഒഴിവാക്കാം. ശരിയല്ലേ? പ്ലസ് ചെയ്യുന്ന സാധനം ഒഴിവാക്കിയാൽ ഈ എക്ക് പകരം എ പ്ലസ് ആൽഫ പ്ലസ് ബീറ്റ ഇക്ക് പകരം ആൽഫ പ്ലസ് ബീറ്റ ഇ ആവും. അത് നേരെ മുകളിലോട്ട് വരും. നേരെ മുകളിലോട്ട് വരുമ്പോൾ ആൽഫ മൈനസ് ബീറ്റ ഇ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എ പോയി ഈ എ എന്തുകൊണ്ടാണ് പോവാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മണ്ടൻ ചോദ്യമാണ്. കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്ന എ ആണ്, ഇത് പ്ലസ് ചെയ്യുന്ന എ ആണ് അല്ലേ? 10,000 പ്ലസ് 1 പോലെയല്ല, 10,000 ഇൻറ്റു ലെറ്റ്സ് 10,000 ഇൻറ്റു 0.1 പോലെയല്ല, 10,000 പ്ലസ് 0.1. 10,000 പ്ലസ് 0.1 എന്ന് വെച്ചാൽ 10,000.1 ആണ്. 10,000 ഇൻറ്റു 0.1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിജിറ്റ് തന്നെ കുറയും. ശരിയല്ലേ? വ്യത്യാസമുണ്ട്, ഒരു 0 കുറയും. അപ്പം മൾട്ടിപ്ലൈയും ഡിവിഷനും എ ചെറുതായതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സബ്സ്ട്രാക്ഷനോ അഡീഷനോ ആണെങ്കിൽ എനിക്ക് അതിനെ അവോയ്ഡ് ചെയ്യാം. അവോയ്ഡ് ചെയ്യുമ്പോൾ ഐ വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ. ശരിയല്ലേ? പിന്നെ ഇതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. എൻ ഐ സ്റ്റാർ ആൽഫ ഇവിടെ, ബീറ്റ ഇൻറ്റു ഈ ടേം ഇങ്ങനെ, 1/a അതേപോലെ തന്നെ ഇട്ടു. GIനെ ഞാൻ ഉള്ളോട്ട് എടുത്തു. എന്നിട്ട് LN ദിസ് ടേം അതേപോലെ തന്നെ. ഓക്കെ. അപ്പം ഈ സാധനങ്ങളെ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ഐ സ്റ്റാർ ആൽഫ, ഈ എൻ ഐ സ്റ്റാറിനെല്ലാം കൂടി ആഡ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? എനിക്ക് ടോട്ടൽ തന്നെ കിട്ടും, വിച്ച് ഈസ് മൈ ഇക്വേഷൻ നമ്പർ 1. ആൽഫ എന്ന് പറയുന്നത് ലഗ്രാഞ്ച് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയർ ആണ്. ബീറ്റയും അതേപോലെ തന്നെ ലഗ്രാഞ്ച് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയർ ആണ്. എൻ ഐ സ്റ്റാർ EI എന്താ? ടോട്ടൽ എനർജി കിട്ടും അപ്രോക്സിമേറ്റ്ലി. അതേപോലെ 1/a ആണ്. ബാക്കിയുള്ള ടേംസ് ഒക്കെ അതേപോലെ തന്നെ. ഇതാണ് ഇക്വേഷൻ ഫോർ എൻട്രോപ്പി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എൻട്രോപ്പി. Rearrange it, you will get this thing അല്ലേ? ഈ എൻ ആൽഫയും ബീറ്റ ഇയും ഇപ്പുറത്തെ സൈഡിൽ വന്നു. സോ ദിസ് ഈസ് മൈ ഇക്വേഷൻ. ശരിയല്ലേ? പിന്നെ S/K. എൻ ആൽഫ എന്ന് പറയുന്നത് എന്തായിരുന്നു? μ/KT ആണ്. ശരിയല്ലേ? ബീറ്റ എന്ന് പറയുന്നത് 1/KT ആണ്. ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. പക്ഷേ അങ്ങനെ വരുന്നത് ആൽഫ എന്ന് പറയുന്നത് നമ്മൾ പണ്ടെടുത്ത ആൽഫയും ബീറ്റ എന്ന് പറയുന്നത് നമ്മൾ പണ്ടെടുത്ത ബീറ്റയും ആണ്. ഓക്കെ. ഇത് ലഗ്രാഞ്ച് അൺഡിറ്റർമിൻഡ് മൾട്ടിപ്ലയർ കണ്ടുപിടിച്ചാൽ ഇതേ സാധനം തന്നെയാണ് വരിക. അതിപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ നിൽക്കുന്നില്ല. യു ജസ്റ്റ് ആൽഫ എന്ന് പറയുമ്പോൾ μ/KT -μ/KT എന്നും ബീറ്റ പറയുമ്പോൾ 1/KT ആണെന്ന് ജസ്റ്റ് എഴുതുക. പിന്നെ ജസ്റ്റ് അറേഞ്ച് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. പിന്നെ തെർമോഡൈനാമിക്കൽ ഇക്വേഷൻസ് യൂസ് ചെയ്യുക. ഇക്വേഷൻസ് യൂസ് ചെയ്യുമ്പം TS μ എന്ന് പറയുന്നത് G ആണ്. ശരിയല്ലേ? E എന്ന് പറയുന്നത് എന്താ? E എന്ന് പറയുന്നത് എനർജിയാണ്. എനർജി എന്ന് പറയുന്നത് എൻതാൽപ്പി പ്ലസ് അല്ലെങ്കിൽ എൻതാൽപ്പി പ്ലസ് PV ആണ് എനർജി. എനർജി പ്ലസ് PV ആണ് എൻതാൽപ്പി. അപ്പോൾ എനർജി മൈനസ് PV ആണ്. എൻതാൽപ്പി മൈനസ് PV ആണ് എനർജി. ആ ഒരു ഇക്വേഷൻ കൊണ്ടുവന്നു. സോ റിമൈനിങ് TS ഉണ്ട്, H ഉണ്ട്. TSഉം TSഉം വെട്ടിപ്പോയി, H വെട്ടിപ്പോയി. PV/KT കിട്ടും. ആൻസർ ഈസ് PV/KT. ഈ PV/KT നിങ്ങൾ മുന്നേ എവിടെയോ പഠിച്ചിരുന്നല്ലോ. PV/KT എന്തായിരുന്നു? നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ദിസ് ഈസ് Q പൊട്ടൻഷ്യൽ. ഓക്കെ, Q പൊട്ടൻഷ്യൽ. അപ്പോൾ PV/KT ഈസ് ഈക്വൽ ടു ദിസ് ടേം എന്ന് എഴുതുന്നു. സോ നിങ്ങൾക്ക് ഐസൊലേറ്റ് ചെയ്യാം PVനെ. ദാറ്റ് ഈസ് ഈക്വൽ ടു KT/A into GI into ln 1 plus A into e raised to minus alpha minus beta e. A എന്ന് പറയുന്നത് if it is -1 then it is Bose-Einstein. A is equal to +1 then you will have എന്താണ് Fermi Dirac, and if A is equal to 0 you will have
മാക്സ്വെൽ ബോൾട്ട്സ്മാൻ. ഓക്കെ, അപ്പം ഇതേപോലെ നമുക്ക് മാക്സ്വെൽ ബോൾട്ട്സ്മാൻ കാണാം. അപ്പം പി വി ഈസ് ഈക്വൽ ടു ദിസ് ടേം, ശരിയല്ലേ? അപ്പം എ 0 ആയാൽ എന്തുണ്ടാവും നോക്കാം. മാക്സ്വെൽ ബോൾട്ട്സ്മാനിൽ എ 0 എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എ ഈസ് ഈക്വൽ ടു 0 ഫോർ മാക്സ്വെൽ ബോൾട്ട്സ്മാൻ. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 0 ആയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ കെ ടി സമ്മേഷൻ ഓവർ ജി ഐ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഐ, ശരിയല്ലേ? അതെങ്ങനെ വന്നു? അത് എൽ എൻ 1 പ്ലസ് എച്ച് അറിയണം. എച്ച് ചെറുതാണെങ്കിൽ എച്ച് മൈനസ് എച്ച് സ്ക്വയർ ബൈ 2 പ്ലസ് എച്ച് ക്യൂബ് ബൈ 3. എച്ച് വളരെ ചെറുതാണെങ്കിൽ എൽ എൻ 1 പ്ലസ് എച്ച് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എച്ച്. അപ്പോൾ എൽ എൻ 1 പ്ലസ് എച്ച് ഈസ് ഈക്വൽ ടു എച്ച്, ശരിയല്ലേ? അപ്പം ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. നമ്മൾ എ ഈസ് ഈക്വൽ ടു 0 ആണ്, ഓർ യു ക്യാൻ ഇൻ ഹിയർ യു ഹാവ് ടു സേ ദാറ്റ് എ നിയർ ടു 0 അല്ലെങ്കിൽ എ ഗോസ് ടു 0, എ ഇൻ ദ ലിമിറ്റ് ടെൻസ് ടു 0 ആണ്. അങ്ങനെയാകുമ്പോൾ ദിസ് ടേം വിൽ ബിക്കം വെരി സ്മോൾ. ഓക്കെ, ദിസ് ടേം ബിക്കംസ് വെരി സ്മോൾ. അപ്പോൾ എൽ എൻ 1 പ്ലസ് എച്ച് ഈസ് approximately equal to h. Okay, so in here limit a tends to 0 എന്നുള്ള ഇക്വേഷൻ നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ ഇതേപോലെ വന്നു. ഇതേപോലെ വന്നതിന് ശേഷം ഇതേപോലെ വന്നു. ഇതിൽ എൻ ഐ സ്റ്റാർ ബൈ ജി ഐ ഈസ് ഈക്വൽ ടു 1 ബൈ ഇ റേസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഐ എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം, ശരിയല്ലേ? അപ്പോൾ ഈ ടേം എന്താണ്? എൻ ഐ സ്റ്റാർ ആണ്. സമ്മേഷൻ ഓഫ് എൻ ഐ സ്റ്റാർ എന്താണ്? ടോട്ടൽ എൻ ആണ്, ശരിയല്ലേ? സോ പി വി ഈസ് ഈക്വൽ ടു എൻ കെ ടി എന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മാക്സ്വെൽ ബോൾട്ട്സ്മാനിൽ ഇതുപോലെയാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 യു ജസ്റ്റ് റൈറ്റ് എ ടെൻസ് ടു 0 ലിമിറ്റ് എ. ഓക്കെ, ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് പി വി ഈസ് ഈക്വൽ ടു എൻ കെ ടി യൂസിങ് ദ ഇക്വേഷൻ ഫോർ എൽ എൻ 1 പ്ലസ് എച്ച്. ഇതല്ലാത്ത രീതിയിലും നിങ്ങൾ ടെസ്റ്റിൽ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാവുന്നതാണ്. പക്ഷേ ഇതാണ് വളരെ എളുപ്പം. യു ക്യാൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യൂ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഇൻ ജനറൽ ഇതാണ് ക്വാണ്ടം മെക്കാനിക്കൽ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. നിങ്ങൾ മാക്സ്വെൽ ബോൾട്ട്സ്മാനും അതോടൊപ്പം 2 ക്വാണ്ടം സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചു. ആ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ലെവലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ എൻ ഐ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ എൻ ഐ സ്റ്റാറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു ജി ഐ ബൈ ഇ റേസ് ടു എപ്സിലോൺ പ്ലസ് ബീറ്റ ഇ പ്ലസ് എ എന്നുള്ള ഇക്വേഷൻ കിട്ടി. ആ ഇക്വേഷൻ കൊണ്ടുവരലാണ് നിങ്ങളുടെ പ്രധാന പ്രോബ്ലം. അതിൽ എ ഈസ് ഈക്വൽ ടു -1 ആണെങ്കിൽ ബോസ് ഐൻസ്റ്റീനും +1 ആണെങ്കിൽ മാത്സ് ഫെർമി ഡിറാക്കും. അതല്ല ഡിസ്റ്റിങ്വിഷബിൾ ആണെങ്കിൽ നമുക്ക് എ ഈസ് ഈക്വൽ ടു 0യും ഉപയോഗിക്കേണ്ടി വരും. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പം ക്വാണ്ടം ഗ്യാസ്, തിയറി ഓഫ് ക്വാണ്ടം ഗ്യാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്കൽ ഗ്യാസിൻ്റെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളാണ് എഴുതേണ്ടത്. നിങ്ങളോട് പലപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഈ എൻ ഐ സ്റ്റാർ അല്ലെങ്കിൽ എൻ ഐ സ്റ്റാർ ഡിവൈഡഡ് ബൈ ജി ഐ, അതായത് പെർ എനർജി ലെവലിൽ ഓക്യുപ്പേഷൻ നമ്പർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഓക്യുപ്പേഷൻ നമ്പർ എത്രയാണ് എന്നുള്ളതിനുള്ള ഇക്വേഷൻ കണ്ടുപിടിക്കലാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഉള്ളത്. അതിനുശേഷം നമ്മൾ 3ൻ്റെ കേസിലും പി വി ഈസ് ഈക്വൽ ടു എൻ കെ ടി എന്നുള്ള മാക്സ്വെൽ ബോൾട്ട്സ്മാൻ്റെ കേസിലും പി വി ഈസ് ഈക്വൽ ടു മറ്റേ കെ ടി ബൈ എ ഇൻറ്റു സമ്മേഷൻ ഓഫ് ജി ഐ ഇൻറ്റു എൽ എൻ 1 പ്ലസ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആൽഫ മൈനസ് ബീറ്റ ഇ എന്നുള്ള ഇക്വേഷൻ ബാക്കി 2ൻ്റെ കേസിലും കൊണ്ടുവരാനാണ് നിങ്ങളോട് പ്രോബ്ലം ചോദിക്കുക. ഇനി നെറ്റിൻ്റെ കേസിലാണെങ്കിൽ എൻ ഐ സ്റ്റാർ ബൈ ജി ഐ എന്നുള്ളത് നിങ്ങൾ കാണാപ്പാഠം പഠിക്കണം. അതെപ്പോഴും എന്തെങ്കിലുമൊക്കെ ചോദ്യമായി വരും. താങ്ക് യു.